ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് തൊലി കറുത്ത പഴമോ അല്ലാതെ ഇച്ചിരി പഴുത്തൊക്കെ പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിന്നൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ പുഴുങ്ങിയെടുത്ത പഴമാണ്. അപ്പോൾ അത് ഇന്ന് ഞാൻ നേരത്തെ ഒരെണ്ണം പഴം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അരിമാവിലാണ്. ഇതിപ്പോൾ ഞാൻ റവയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായി ഇപ്പോൾ 3 പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിനായിട്ട് വേണ്ടത് ശർക്കര വേണം, തേങ്ങ വേണം. തേങ്ങ ഇവിടെ ഒരു കഷ്ണം എടുത്തിട്ട് ചിരുകി എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ചുരണ്ടി എടുത്തിട്ടുണ്ട്, നല്ലതായിട്ട് ചീവി എടുത്തതാണ്. അപ്പോൾ ഇത് രണ്ടും വേണം. ഇനി ഏലക്ക വേണം, പിന്നെ റവ വേണം. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ റവ വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പച്ച റവയല്ല ഞാനിതിൽ ചേർക്കുന്നത്, വറുത്ത റവയാണ്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ഒരു 200 ഗ്രാം വരും. 200 ശകലം കൂടെ വരുമായിരിക്കാം. ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലളവിലാണ് എടുത്തിട്ടുള്ളത്. 3/4 ഗ്ലാസ്സിൽ കൂടുതലുണ്ട്. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ചെറിയ പഴമായതുകൊണ്ട് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഴത്തിൻ്റെ ഇതനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ റവ ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഒരു മണവും രുചിയും വരണമെങ്കിൽ റവ വറുത്ത് തന്നെ എടുക്കണം. എങ്കിൽ മാത്രമാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റവ വറുത്തെടുക്കുന്നത്. നമുക്ക് പഴമൊക്കെ പഴുത്ത് പോയതുണ്ടെങ്കിൽ നമുക്ക് കളയണ്ട. നമുക്ക് നല്ല സ്നാക്സുകൾ ഉണ്ടാക്കാം. ഇതുപോലെ പല ഐറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ 1-2 ഐറ്റം ഉണ്ടാക്കിയത് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നോക്കണം, കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക, കമൻറ്റും ചെയ്യുക. എന്ത് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏലക്ക ചതച്ചിടുന്നതാണ് രുചി കേട്ടോ. എപ്പോഴും ഏലക്ക ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ചതച്ചിടുന്നതാണ്. പൊടി ഇടുന്നതിനേക്കാളും മണവും രുചിയും വരുന്നത് ചതച്ചിടുന്ന ഏലക്കയ്ക്കാണ്. ഏലക്ക എപ്പോഴും ചതച്ചിടാൻ നോക്കുക. എന്തെങ്കിലും വെച്ചിട്ട് നമ്മളെ കല്ലിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇടിച്ച് ചതച്ചിട്ട് ഇടാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്താൽ മതി. അതാണ് രുചി. അതുപോലെ പഴമൊന്നും പഴുത്താൽ കളയരുത്. ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടാക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ആവിയിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഐറ്റമാണ്. ആവിയിലൊക്കെ വെച്ച് വേവിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. പഴം ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് ഈ ചെറിയ ചൂടുള്ള റവയിലേക്ക് ഇട്ട് കൊടുക്കാം. പഴം ചൂടുണ്ടെങ്കിൽ അത് മതിയായിരുന്നു, പക്ഷേ റവ ഇച്ചിരി ചൂടുണ്ട്. അപ്പോൾ പഴവും റവയും കൂടെ ഒരുമിച്ച് തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല കുഴഞ്ഞിട്ടില്ല. ഇനി ഏലക്കാപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചതച്ച ഏലക്കയാണ്. അതൊരു 10-15 അല്ലി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴയാത്തത് കൊണ്ട് നമ്മൾ വെള്ളം ചേർക്കണ്ട. അതിന് പകരം നിങ്ങളുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ പാൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പാലാവുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പാലുണ്ട്, അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുകയാണ്. പാലിൽ പാടയുണ്ടായിരുന്നു.
ഇതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബൗളുകളാക്കാം. കയ്യിലൊട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ ബൗളുകളാക്കി എടുക്കാം. നമ്മളെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. എത്ര വലിപ്പം വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടി എടുക്കാവുന്നു. ഇങ്ങനെ വേവില്ല എന്നൊന്നും പേടിക്കണ്ട. നല്ല വേവ്. നമ്മൾ റവ വറുത്തെടുത്തത് കൊണ്ട് നന്നായിട്ട് വെന്ത് വരുന്നതാണ്. നമുക്ക് ഉണ്ടോ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിവിടെ 8 കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ കൊഴുക്കട്ടയൊക്കെ വയ്ക്കുന്നതിൻ്റെ ആ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് ഇതിനകത്തോട്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ടൊന്ന് താത്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ഉള്ളം കൈക്ക് വെച്ചിട്ട് ഒന്ന് താത്തെടുത്താൽ മതി. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ത്രൂ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി എടുക്കാം. എല്ലാവരും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കയ്യിലെ ഉള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ അരിമാവ് പോലെ അല്ല, ഇതാവുമ്പോൾ അങ്ങനെ പൊട്ടി പെട്ടെന്ന് ഇതാവത്തില്ല കേട്ടോ. നല്ല ഒരു ഇതിലിരിക്കും. പഴം നന്നായിട്ട് ഞവടണം, എങ്കിലേ അത് പൊട്ടാതെ ഇരിക്കത്തുള്ളൂ. പഴം നല്ല അത് നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, പഴുത്ത പഴം ഉണ്ടെങ്കിൽ കളയണ്ട. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാം നമുക്കിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തേങ്ങയും ശർക്കരയാണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയും ശർക്കരയും കൂടെ. ഇനി നമുക്ക് അതിലേക്ക് ഈ ഓരോ ബൗളുകളിലും നമുക്ക് നിറച്ച് കൊടുക്കാം. നന്നായിട്ട് നിറച്ചെടുക്കാം. വേണ്ടോ, അറിയാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിലും നമുക്കിങ്ങനെ നിറച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇത് ആവിയിൽ വെച്ച് നമുക്ക് പുഴുങ്ങേണ്ട മാത്രം താമസമേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് വെന്ത് വരുമ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിനായിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ഇവിടെ ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ തട്ട് വെച്ചിട്ടാണ്, അതിലാണ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കും. ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലാക്കാം.
സെറ്റിലാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടിട്ട് എല്ലാവരും ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തും കൂടെ വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകൾ ഉടനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആ ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് എല്ലാം ഉടനെ ഞാനിടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത നല്ല വീഡിയോസുകളുമായി ഉടനെ വരുന്നതാണ്. അടുത്തൊരു സ്നാക്സുമായി ഉടനെ ഞാൻ എത്തുന്നതാണ്.